ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുനന്ദയുടെ കല്യാണ ദിവസം രാവിലെ പുറത്തു പോയിട്ട് കിളിക്കൂട്ടിലേക്ക് മടങ്ങി എത്തുകയാണ് ഭാസ്കരൻ. പാട്ടും ബഹളവും എല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി വരുന്ന ഭാസ്കരൻ പറയുന്നു, ഈ നാട്ടില് ഇവരാൻ തോന്നുന്നു ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത്. മറ്റാരും കല്യാണം നടത്താത്തതുപോലെയാ. എന്തൊരു ശബ്ദമാ വെച്ചിരിക്കുന്നത്. സുഭാഷും നിധിയും സുധീഷും ഹരീഷും നികേഷും എല്ലാം ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഈ നാട് തന്നെ ധനശേഖരന്റെ വീട്ടിലുണ്ട്. നമ്മളെ ഒഴിച്ച് ഈ നാട് മുഴുവൻ കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് അവർ. നമ്മളെ വിളിച്ചാൽ ആരെങ്കിലും ഈ നാട്ടിലുള്ളവർ വരുമോ? ചായക്കടയും മറ്റുള്ള കടയും എല്ലാം അടച്ചിട്ടിട്ട് എല്ലാ അവന്മാരും കല്യാണത്തിന് പോയിരിക്കുകയാ. എന്തിനാ? ഒരില ചോറിന്. ദുബായ്ക്കാരന്റെ മോളുടെ കല്യാണം വെറും കല്യാണം ആകില്ലല്ലോ. ഈ നാട്ടുകാർക്കൊന്നും ഒന്നും അറിയില്ലല്ലോ. രാത്രി കല്യാണ പെണ്ണ് ഇവിടെ ആയിരുന്നു എന്ന് ഞാൻ ആ കല്യാണ വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞാൽ കല്യാണം മുടങ്ങി എല്ലാവരും നാണം കെട്ടി നിൽക്കും. എടാ സുഭാഷേ, ഞാൻ ചെന്ന് പറഞ്ഞ കല്യാണം മുടക്കട്ടെ? സുഭാഷ് പറയുന്നു, അച്ഛാ ഒന്ന് വെറുതെ ഇരിക്കുമോ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇനിയും സമയമുണ്ട്. മുഹൂർത്തം ആകാതെ കല്യാണം നടക്കില്ല. സുഭാഷ് ഏട്ടൻ ഇപ്പൊ ഓക്കെ പറഞ്ഞാൽ സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും കല്യാണം ഞങ്ങൾ നടത്തും. ഹരീഷ് പറയുന്നു, ഞാനും അത് തന്നെയാ സുഭാഷ് ഏട്ടാ പറയുന്നത്. സുനന്ദ ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണമായിരുന്നു. പാവല്ലേ സുനന്ദ, എന്ത് റിസ്ക് എടുത്താ രാത്രി ഇവിടെ വന്നത്. സുഭാഷ് ഏട്ടൻ സുനന്ദയെ മനസ്സിലാക്കാതെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു അവരുടെ ഒപ്പം. സുഭാഷ് ഏട്ടന് സുനന്ദ ഇഷ്ടമായതുകൊണ്ടല്ലേ അന്ന് കല്യാണം കഴിക്കാനായി ക്ഷേത്രത്തിലേക്ക് വന്നത്. സുനന്ദ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നുവെന്ന് ഞാൻ അടക്കമുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുഭാഷ് ഏട്ടൻ ഇപ്പോൾ നല്ലൊരു സന്ദർഭം ഇല്ലാതാക്കി. അവിടെ ഇപ്പോഴും കല്യാണം നടന്നിട്ടില്ല. സുഭാഷ് ഏട്ടൻ ഇപ്പൊ ഓക്കെ പറഞ്ഞാൽ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ആലോചിച്ച് പറ. അപ്പൊ സുഭാഷ് പറയുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് സിനിമയൊന്നും അല്ലല്ലോ, ഒരു പെണ്ണിന്റെ ജീവിതമല്ലേ. എത്ര രൂപ ചിലവാക്കിയാണ് അവർ സുനന്ദയുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈസി ആയിട്ട് അത് മുടക്കുന്നതിനെ പറ്റി പറയുന്നു. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്ക്. സുഭാഷ് പറയുന്നു, നിങ്ങളൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഈ കല്യാണം നടക്കില്ലെന്ന്. സുനന്ദയ്ക്ക് അവര് നല്ലൊരു പയ്യനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ കല്യാണം നടക്കട്ടെ, സുനന്ദ സന്തോഷമായി ജീവിക്കട്ടെ. ഭാസ്കരൻ പറയുന്നു, ത്യാഗി, നീ എന്റെ മകനായി വന്ന് ജനിച്ചല്ലോ. നീ കഴിക്കുന്നത് ചോറ് തന്നെയല്ലേ, കുറച്ചെങ്കിലും നാണം വേണ്ടേ? നികേഷ് പറയുന്നു, അച്ഛന് നാണമില്ലേ? ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ. അച്ഛന്റെ പെങ്ങളല്ലേ അത്. പെങ്ങളോട് സംസാരിച്ച് മകളെ മകന് കെട്ടിച്ചു കൊടുക്കാൻ പറ. ഭാസ്കരൻ പറയുന്നു, കണ്ട കഴുതുകളുടെ കാല് പിടിച്ച് കരയേണ്ട കാര്യം എനിക്കില്ല, മിണ്ടാതിരിക്കടാ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ ഒരു കാര്യം പറയാം. സുഭാഷ് ഏട്ടൻ ഈ ചെയ്ത കാര്യം ഓർത്ത് ഒരുപാട് വിഷമിക്കും. കിട്ടിയ നല്ലൊരു അവസരം സുഭാഷ് ഏട്ടനല്ലേ വേണ്ടാന്ന് വെച്ചത്. സുഭാഷ് ഏട്ടൻ ഒരുപാട് വിഷമിക്കും. സുഭാഷ് പറയുന്നു, ഞാൻ വിഷമിക്കുകയൊന്നും ഇല്ലടാ, എല്ലാവരും അവരവരുടെ ജോലി നോക്കിപ്പോ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ആലോചിച്ച് പറ. എന്ത് റിസ്ക് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ റിസ്ക് ഞങ്ങൾ എടുത്തോളാം. സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മണ്ഡപത്തിൽ ചെന്ന് കല്യാണം മുടക്കാനോ? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സുനന്ദ ഇപ്പോഴും സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ തയ്യാറാ. സുഭാഷ് ഏട്ടനല്ലേ സുനന്ദ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അവസാനം വരെയും സുഭാഷ് ഏട്ടനെ വിട്ടു പോകില്ല എന്നാ സുനന്ദ പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ ഇപ്പം മണ്ഡപത്തിൽ ചെന്ന് നിന്നാൽ സുനന്ദ സുഭാഷ് ഏട്ടന്റെ മുന്നിൽ വന്നു നിൽക്കും. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിന്റെ കാര്യമാണിത്. ഇന്നലെ രാത്രി സുനന്ദയുടെ അച്ഛനും അമ്മയും കരഞ്ഞ് നാടകം കളിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി കിട്ടിയില്ല. ഇപ്പോ ഇനിയുള്ള ഒരു മണിക്കൂർ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു സന്ദർഭം സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. സുഭാഷ് പറയുന്നു, നിർത്തടാ, കല്യാണം മുടക്കണമെന്ന് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാ മതി. ആദ്യമേ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്ത്. നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കാതെ എത്ര പേരെ ഇത് ബാധിക്കും, അതും കൂടി ഒന്ന് ആലോചിക്ക്. ഇപ്പം സുനന്ദയ്ക്ക് ദോഷമായിട്ടൊന്നും സംഭവിക്കില്ലല്ലോ. അവളുടെ വീട്ടുകാര് നല്ലൊരു പയ്യനെ കൊണ്ട് അവളുടെ കല്യാണം നടത്തും. ഇങ്ങനെ കല്യാണം മുടക്കുന്നതിനെ പറ്റി സംസാരിക്കാതെ റൗഡികളെ പോലെ. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വിഷമത്തോടുകൂടി സുനന്ദയുടെ വീടിന്റെ മുന്നിലൂടെ ജോലിക്ക് പോവുകയാണ് സുഭാഷ്. സന്തോഷത്തോടുകൂടി ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കുകയാണ് ധനശേഖരൻ ടെൻഷനോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷും ധനശേഖരനെ ശ്രദ്ധിക്കുകയാണ്. ചുറ്റും നോക്കുന്ന സുഭാഷ് കാണുകയാണ് അവിടെ ഇരിക്കുന്ന സുനന്ദയുടെയും പയ്യന്റെയും ഫ്ലെക്സ്. ധനശേഖരനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് വിഷമത്തോടുകൂടി മടങ്ങി പോവുകയാണ്. ധനശേഖരൻ സമാധാനത്തോടുകൂടി നിൽക്കുന്നു. സുഭാഷ് മറ്റൊരു വഴിയെ ജോലിക്ക് പോവുകയാണ്. തുടർന്ന് സുഭാഷ് ജോലിയിൽ ശ്രദ്ധിക്കാനാകാതെ നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ബംഗാളി ചേട്ടൻ ചോദിക്കുന്നു, ഭയ്യ എന്തു പറ്റി? സുഭാഷ് ചോദിക്കാണ്, സമയം എത്രയായി? ആ ചേട്ടൻ പറയുന്നു, 10 മണി കഴിഞ്ഞു. സുഭാഷ് പറയുകയാണ്, 10 മണി കഴിഞ്ഞു? ഇപ്പം വിവാഹത്തിനുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കാണും. 10:30 മുഹൂർത്തം. ഇനിയുമേ താലി കെട്ടത്തുള്ളൂ. നല്ല രീതിയിൽ നടക്കട്ടെ. അയ്യോ, ഞാൻ സിമെന്റിൽ ഒരുപാട് വെള്ളം ഒഴിച്ചല്ലോ. ആ ചേട്ടൻ പറയുന്നു, അതെ ഭയ്യ. തുടർന്ന് ജോലി ചെയ്യുന്ന സുഭാഷ് പറയുന്നു, ചേട്ടാ ഒരു ചായ മേടിച്ചോണ്ട് വരുമോ? ആ ചേട്ടൻ പറയുകയാണ്, അതിനെന്താ, മേടിച്ചോണ്ട് വരാലോ. കുറച്ച് സമയത്തിന് ശേഷം ചായയുമായി ആ ചേട്ടൻ അവിടേക്ക് വരുമ്പോൾ അത് വാങ്ങി അവിടെ
തലയിലേക്ക് വെച്ച് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. ബംഗാളി ചേട്ടൻ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഭയ്യ എന്തു പറ്റി? ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുന്നില്ലല്ലോ? സുഭാഷ് പറയുകയാണ്, ഇപ്പം താലികെട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുകയായിരിക്കും. എല്ലാവരും സദ്യ കഴിച്ചു തുടങ്ങി കാണും. ആ ചേട്ടൻ പറയുന്നു, ഭയ്യക്ക് ആ കല്യാണത്തിന് പോകത്തില്ലായിരുന്നോ? ഇവിടെ ഇരുന്ന് അവിടെ എന്ത് നടക്കുന്നു എന്ന് ആലോചിക്കുകയല്ലേ? സുഭാഷ് പറയുന്നു, അതല്ലടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞങ്ങളുടെ 2 വീടിനുള്ളിലും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെയും കല്യാണത്തിന് ക്ഷണിച്ചേനെ. ഞങ്ങൾക്കും കല്യാണത്തിന് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർക്ക് ഞങ്ങളെ കണ്ടാലേ ഇഷ്ടമല്ലല്ലോ. പിന്നെ എങ്ങനെ ഞങ്ങള് കല്യാണത്തിന് പോകുന്നത്? പക്ഷെ ഒരു കാര്യമുണ്ടടാ, എവിടാണെങ്കിലും സുനന്ദ സന്തോഷമായിട്ട് ജീവിക്കണം. നന്നായി വരട്ടെ. തുടർന്ന് സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന ഹരീഷ് ബംഗാളി ചേട്ടനോട് ചോദിക്കുന്നു, ചേട്ടാ സുഭാഷ് ചേട്ടൻ ഓക്കെ ആണോ? ആ ചേട്ടൻ പറയുന്നു, മനസ്സ് ഇവിടെങ്ങുമല്ല, ആ കല്യാണം നടക്കുന്നിടത്താ. ഇപ്പൊ താലികെട്ട് കഴിഞ്ഞു കാണും, ഫോട്ടോ എടുക്കുകയായിരിക്കും, ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഭയ്യക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. തുടർന്ന് ചായയും അരികിൽ വെച്ച് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. ഹരീഷ് അരികിലേക്ക് വന്ന് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നുവെങ്കിലും സുഭാഷ് ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഹരീഷ് വീണ്ടും സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഞെട്ടി ഹരീഷിനെ നോക്കിയിട്ട് സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇവിടെ? ഹരീഷ് പറയുകയാണ്, ഇവിടെ അടുത്ത് ഒരു വണ്ടി ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. സുഭാഷ് ഏട്ടനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. ഹരീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുഭാഷ്, ചായ വേണോ? ചായ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുകയാണ്. വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിനെ കുറിച്ച് പറയുകയാണ് സുഭാഷ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഓക്കെ ആണോ? സുഭാഷ് പറയുകയാണ്, എനിക്കെന്താണ്, എനിക്കൊരു കുഴപ്പമില്ല. ഈ സമയം സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് അവിടേക്ക് വരുമ്പോൾ ഹരീഷിനെ കണ്ട് നികേഷ് ചോദിക്കാണ്, ഹരീഷ് ഏട്ടനും ഇവിടെ തന്നെ ഉണ്ടോ? സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എന്താ ഇവിടെ? നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലേ? നിനക്ക് കോളേജിൽ പോകണ്ടായിരുന്നോ? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടനെ കാണണമെന്ന് തോന്നി, മനസ്സിന് വല്ലാത്തൊരു വിഷമം, അതാ ഞാൻ സുഭാഷ് ഏട്ടനെ കാണാൻ വന്നത്. സുഭാഷ് ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ബംഗാളി ചേട്ടൻ പറയുന്നു, ഭയ്യ ഓക്കെ അല്ല. സുഭാഷ് പറയുകയാണ്, എടാ നീ പോയി ഇതിന്റെ ജോലി ചെയ്യും, പറയുന്നത് കേൾക്ക്. ഇത് കേട്ട് ആ ചേട്ടൻ അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് പറയുകയാണ്, എടാ എനിക്കൊരു കുഴപ്പമില്ലടാ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ലടാ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകാൻ നോക്ക്, എന്റെ പുറകെ നടക്കാതെ. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാനും സുഭാഷ് ഏട്ടന്റെ കൂടെ ഇവിടെ ഇരിക്കാം. സുഭാഷ് ചോദിക്കുകയാണ്, എന്തിനാട്? നിനക്ക് പഠിക്കാൻ ഒരുപാടില്ലേ? പോകാൻ നോക്ക്. ഹരീഷേ, ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി അതെടുത്ത് കഴിച്ചിട്ട് ജോലിക്ക് പോകാൻ നോക്ക്. പറയുന്നത് കേക്ക്, ഭക്ഷണം കഴിക്കാൻ സമയമായി, നിങ്ങൾ വീട്ടിലേക്ക് പോ. ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ വിഷമത്തോടുകൂടി സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് നികേഷിനെയും കൂട്ടി ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. കണ്ടു നിറങ്ങിയ സുഭാഷ് ഓർക്കുന്നു, സുനന്ദ പൊട്ടിക്കരങ്ങിയ സുഭാഷിനെ കെട്ടിപ്പിടിച്ചത്, സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാനാകാതെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം പറഞ്ഞു വിട്ടത്. തുടർന്ന് കണ്ടു നിറങ്ങിയിരിക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് വന്ന് ബംഗാളി ചേട്ടൻ പറയുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ മനസ്സ് ശരിയല്ല, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ സുഭാഷ് വീട്ടിലേക്ക് പോവുകയാണ്. സുനന്ദയുടെ വീടിന്റെ അരികിലേക്ക് വരുന്ന സുഭാഷ് കാണുകയാണ് വിവാഹം കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് വരുന്ന സുനന്ദയും പയ്യനെയും. സുഭാഷ് സുനന്ദയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങുകയാണ് സുനന്ദയും പയ്യനും ലളിതയുമല്ല. സുനന്ദയും പയ്യനെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുനന്ദ ശ്രദ്ധിക്കുകയാണ് അവിടെ നിൽക്കുന്ന സുഭാഷിനെ. സുഭാഷും സുനന്ദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുനന്ദ കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ സുനന്ദയെ നോക്കി പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് സുഭാഷ്. ഗംഗാധരൻ പറയുന്നു, നമുക്കിനി അകത്തേക്ക് പോകാം, ഫോട്ടോ എടുത്തതെല്ലാം മതി, ചെറുക്കനും പെണ്ണിനും പാലും പഴവും കൊടുക്കാനുള്ള സമയമായി. എല്ലാവരുടെയും ഒപ്പം അകത്തേക്ക് പോകുന്ന സുനന്ദ സുഭാഷിനെ തന്നെ നോക്കുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് തലയാട്ടി സുനന്ദയെ തന്നെ നോക്കി നിൽക്കുന്നു. സുനന്ദ വീടിനകത്തേക്ക് കയറുമ്പോൾ സുഭാഷ് പുഞ്ചിരിച്ച് ടാറ്റ കാണിക്കുകയാണ്. സുനന്ദ അകത്തേക്ക് കയറിയതിനു ശേഷം കണ്ണു നിറങ്ങിയ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് സുഭാഷ്. തുടർന്ന് പുസ്തകം വായിച്ചുകൊണ്ട് ഹോളിൽ ഇരിക്കുകയാണ് നിധി. വളരെ വിഷമത്തോടുകൂടി അകത്തേക്ക് കയറി വന്ന സുഭാഷ് നിധിയെ ശ്രദ്ധിക്കാതെ അവിടേക്ക് ഇരിക്കുകയാണ്. അരികിലേക്ക് വന്ന നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നുവെങ്കിലും സുഭാഷ് നിധിയെ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, പറ മോളെ എന്ത് പറ്റിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഒന്നുമില്ല മോളെ. കഴിച്ചോ? നിധി പറയുന്നു, ഞാൻ കഴിച്ചു. സുഭാഷ് ഏട്ടൻ കഴിച്ചോ? സുഭാഷ് പറയുന്നു, ആ ഞാനും കഴിച്ചു. അങ്ങനെ പുഞ്ചിരിച്ച നിധിയെ ഒന്ന് നോക്കിയിട്ട് കണ്ണു നിറഞ്ഞ അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. അടുക്കളയിലേക്ക് വന്ന സുഭാഷ് പരവേശത്തോടുകൂടി വെള്ളം എടുത്തു കുടിക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം ഹാളിലേക്ക് വന്നിരുന്ന സുഭാഷ് നിധിയുടെ മുഖത്തേക്ക് നോക്കാതെ വാഷ്റൂമിലേക്ക് പോവുകയാണ്. നിധി ടെൻഷനോടുകൂടി നിൽക്കുന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ സുഭാഷ് വീണ്ടും വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ശേഷം സുഭാഷ് ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ നിധി അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോള് കഴിച്ചായിരുന്നോ? നിധി പറയുന്നു, കഴിച്ചു സുഭാഷ് ഏട്ടാ. എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? സുഭാഷ് പറയുന്നു, അതൊന്നുമില്ല മോളെ, നല്ല തലവേദനയുണ്ട്, അത്രേ ഉള്ളൂ. നിധി പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് ഡോക്ടറെ പോയി കണ്ടാലോ? സുഭാഷ് പറയുന്നു, അതൊന്നും വേണ്ട മോളെ, രാത്രി നന്നായി ഉറങ്ങിയില്ല, അതുകൊണ്ടാ. ഞാൻ പോയി കുറച്ചു നേരം കിടക്കട്ടെ. അങ്ങനെ സുഭാഷ് റൂമിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ടേബിളിൽ കാലിടിക്കുകയാണ്. വേദന സഹിക്കാനാകാതെ സുഭാഷ് നിൽക്കുമ്പോൾ അരികിലേക്ക് ഓടിച്ചെന്ന് നിധി ചോദിക്കുന്നു, അയ്യോ എന്തു പറ്റി സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയുന്നു, ഒന്നുമില്ല. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇവിടേക്ക് ഇരിക്കുക. കാലിൽ പിടിച്ച് സുഭാഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ എന്താ പറ്റിയത്? കാർ
കാലൊന്ന് കാണിച്ചേ. അങ്ങനെ നിധി തറയിലേക്ക് ഇരുന്ന് സുഭാഷിന്റെ കാലിലേക്ക് നോക്കുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് ഒന്നുമില്ല മോളെ, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ് സുഭാഷ്. കാർ ഒന്ന് കാണിച്ചെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ഒന്നുമില്ല മോളെ, ഞാൻ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് കാലിടിച്ചതാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വേദന മാറും. നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേ? സുഭാഷ് ഒന്നും മിണ്ടാതെ കണ്ണു നിറഞ്ഞ് കുനിഞ്ഞിരിക്കുകയാണ്. സുഭാഷിന്റെ കയ്യിലേക്ക് പിടിച്ച് നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എന്തു പറ്റി? നിധിയുടെ കയ്യിലേക്ക് മുറുകെ പിടിച്ച് പൊട്ടിക്കരയുകയാണ് സുഭാഷ്. കണ്ണു നിറഞ്ഞ് സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് നിധിയും കയ്യിലേക്ക് മുറുകെ പിടിക്കുകയാണ്. പെട്ടെന്നൊന്ന് ആലോചിച്ച് നിധിയൊന്ന് നോക്കിയിട്ട് കൈയെടുത്ത് മാറ്റി തോർത്തെടുത്ത് മുഖം പൊത്തി കരയുകയാണ് സുഭാഷ്. നിധി ചോദിക്കുന്നു എന്തു പറ്റി സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയുന്നു ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അങ്ങനെ സുഭാഷ് ഉറക്കെ കരയുകയാണ്. നിധി കരഞ്ഞുകൊണ്ട് സുഭാഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ സുഭാഷ് പറയുന്നു ഞാൻ സുനന്ദയെ കണ്ടു മോളെ. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് സുനന്ദയെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവളെ താലിയും മാലയുമായി വിവാഹ വേഷത്തിൽ കണ്ടു. എന്താണെന്നറിയില്ല, എനിക്കിന്ന് ഒരു ജോലിയും ചെയ്യാൻ കഴിഞ്ഞില്ല. ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയാണ് മടങ്ങി വന്നത്. സുനന്ദയെ കാണരുതെന്നാ വിചാരിച്ചത്. പക്ഷെ അവളെ ഞാൻ വിവാഹ വേഷത്തിൽ തന്നെ കണ്ടു. അവള് സുമംഗലിയായി അവളുടെ ഭർത്താവിന്റെ ഒപ്പം വന്നിറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. ഇത് കേട്ട് നിധി കരയുമ്പോൾ സുഭാഷും പൊട്ടിക്കരയുകയാണ്. കണ്ണീര് തുടച്ച് സുഭാഷ് പറയുന്നു നല്ല പെണ്ണ അവള്, തങ്കം പോലത്തെ പെണ്ണ്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാ. സുഭാഷേട്ടൻ എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ എന്നോട് എത്രയോ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. ഒരിക്കലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് സുനന്ദയെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ദിവസവും എന്നെ കാണാനായിട്ട് അവൾ ഇവിടെ വരും. സുഭാഷേട്ടാ എന്ന് വിളിച്ച് എന്റെ പിന്നാലെ നടക്കും. സുനന്ദ ഈ വീട്ടിലേക്ക് വന്നാൽ തന്നെ എന്റെ മനസ്സ് നിറയെ സന്തോഷമാണ്. അവള് വന്നു പോയതിനു ശേഷവും അവള് വന്നത് സംസാരിച്ചത് എല്ലാം മനസ്സിൽ വീണ്ടും കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കും. ഈ നാട്ടില് ഞങ്ങളുടെ ഈ വീടിനെ ഒരു വീടായിട്ട് ആരും കാണുന്നില്ല. സുനന്ദയുടെ അമ്മയും വല്യച്ഛനും ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളായിട്ട് പോലും അവര് പോലും ഞങ്ങൾക്ക് ഒരു വിലയും തന്നിട്ടില്ല. അവരുടെ എതിർപ്പുകളെല്ലാം അവഗണിച്ച് സുനന്ദ ഇവിടെ വരും. അവൾ ഇവിടെ വരുന്നത് അവിടെ അമ്മയ്ക്കും അച്ഛനും അമ്മാവനും ആർക്കും ഇഷ്ടമല്ല. ഒരുപാട് വഴക്ക് പറയും. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരുപാട് അടിക്കും. എല്ലാ അടിയും വാങ്ങി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു പോകുന്ന സുനന്ദ അടുത്ത ദിവസം ചിരിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് വീണ്ടും ഇവിടേക്ക് വരും. അതുകൊണ്ടായിരിക്കും എനിക്ക് സുനന്ദയെ ഒരുപാട് ഇഷ്ടമാണ്. തുടക്കം മുതലേ ഞങ്ങളെ എല്ലാവരെയും ബന്ധുക്കളായി അല്ല മനുഷ്യരായി കണ്ടത് അവള് മാത്രമാ. ഇപ്പൊ മാത്രമല്ല, അവള് കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരും. അവളുടെ വീട്ടില് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആരും അറിയാതെ ഒരു ഡബ്ബയിൽ എടുത്തോണ്ട് വന്ന് സുഭാഷ് ഏട്ടാ കഴിക്ക്, നല്ലതാണെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തരും. അന്നു മുതലേ എനിക്ക് സുനന്ദയെ ഒരുപാട് ഇഷ്ടമാ. കാലങ്ങൾ കഴിയുന്തോറും എന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷെ അതുപോലും ഞാൻ അവളോട് എന്റെ വാ തുറന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ തോന്നുക ഒരിക്കലെങ്കിലും എനിക്കും നിന്നെ ഇഷ്ടമാണ് സുനന്ദന്ന് അവളോട് പറയണമായിരുന്നു എന്ന്. അങ്ങനെ സുഭാഷ് പൊട്ടിക്കരയുമ്പോൾ കരഞ്ഞുകൊണ്ട് സുഭാഷിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് നിധി. കണ്ണീര് തുടച്ച് സുഭാഷ് പറയുന്നു സാരമില്ല, പറയാതിരുന്നത് നന്നായി. ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ സുനന്ദ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ വന്ന് നിന്നത് കണ്ടതല്ലേ മോള്? മനസ്സിൽ എത്ര വേദന ഉണ്ടായിട്ടാ അവള് കല്യാണത്തലേന്ന് രാത്രി ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. പക്ഷെ എനിക്ക് അവക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. നന്നായി വരട്ടെ, അവൾ എവിടെ ജീവിച്ചാലും നന്നായി ജീവിക്കട്ടെ. ജീവിതകാലം അത്രയും അവള് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആ പയ്യൻ അവളെ നന്നായി നോക്കണം. അവക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. നന്നായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് സുഭാഷ്. നിധി കരഞ്ഞുകൊണ്ട് സുഭാഷിന്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കുമ്പോൾ നിധിയുടെ കയ്യിലേക്ക് പിടിച്ച് സുഭാഷ് പറയുന്നു നന്നായി വരട്ടെ മോളെ. കണ്ണീര് തുടച്ച് അകത്തേക്ക് പോയ നിധി വെള്ളം എടുത്തുകൊണ്ട് വന്ന് സുഭാഷിന് കൊടുക്കുകയാണ്. ആ വെള്ളം വാങ്ങി സുഭാഷ് കുടിക്കുമ്പോൾ ദേഹത്തേക്ക് വീഴുകയാണ്. കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു സുഭാഷ് ഏട്ടാ സൂക്ഷിച്ച്. സുഭാഷ് പറയുന്നു ഇനിയും സുനന്ദ എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ മോളെ. ആ പെണ്ണിന്റെ ശബ്ദം ഇനി ഈ വീട്ടിൽ കേൾക്കില്ല. സുഭാഷ് ഏട്ടാ എന്നാ അവളെ വിളിക്കുന്നത് എനിക്കിനിയും കേൾക്കാൻ പറ്റില്ല. കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവളുടെ സ്നേഹം മനസ്സിലാക്കിയില്ല. അവരിനിയും നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളവരായിരുന്നു അവരെന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അങ്ങനെ സുഭാഷ് വീണ്ടും പൊട്ടിക്കരയുമ്പോൾ നിധിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഭാഷിനെ നോക്കുകയാണ്. കണ്ണീര് തുടച്ച് സുഭാഷ് പറയുന്നു എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് പറയാനാ? സോറി മോളെ, നിന്നെ കൂടി ഞാൻ വിഷമിപ്പിച്ചു. നിധി പറയുന്നു അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ചോദിക്കാണ് മോളെ നീ എന്തിനാ കരയുന്നത്? കരയാതെ, എനിക്ക് ഈ വേദന താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, അതാ ഞാൻ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത്. പാവം നിന്നെയും ഞാൻ വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കും മോളെ, ക്ഷമിക്ക്. നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എന്താ ഇത്? സുഭാഷ് കണ്ണീര് തുടച്ച് റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് ബെഡിൽ കിടന്ന് സുഭാഷ് ഓർക്കുകയാണ് സുനന്ദ രാത്രി വീട്ടിലേക്ക് വന്നതും താലി കെട്ടാൻ തുടങ്ങിയതും പിന്നീട് അച്ഛന്റെ അമ്മയുടെ ഒപ്പം സുനന്ദയെ പറഞ്ഞു വിട്ടതുമല്ല. പിന്നീട് വിവാഹ വേഷത്തിൽ ഭർത്താവിന്റെ ഒപ്പം സുനന്ദയെ കണ്ടത്. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന നിധി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കാനായി തുടങ്ങുമ്പോൾ
പാത്രം താഴേക്ക് വീഴുകയാണ്. ശബ്ദം കേട്ട് ഞെട്ടി നിധി എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി അടുക്കളയിലേക്ക് ഓടി വരികയാണ് സുഭാഷ്. നിധി പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, പാത്രത്തില് വെള്ളം എടുത്ത് വെച്ചതാ, വെള്ളം താഴേക്ക് വീണു, അത്രേ ഉള്ളൂ, ഒന്നുമില്ല, സുഭാഷ് ഏട്ടൻ പൊയ്ക്കോ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ, സുഭാഷ് ഏട്ടൻ പൊയ്ക്കോ, ഞാൻ ചായ ഇട്ടിട്ട് അവിടെ കൊണ്ടുതരാം. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്, ഞാൻ തന്നെ ചായ ഇട്ടോളാം. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ പൊയ്ക്കോ, ഞാൻ ചായ ഇട്ടോളാം. സുഭാഷ് പറയുന്നു, തറയിലെല്ലാം വെള്ളമായിരിക്കുന്നു, ഞാൻ തുടച്ചിട്ട് പൊയ്ക്കോളാം. സാരമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ തുടച്ചോളാന്ന് പറഞ്ഞ നിധി തറ തുടയ്ക്കുകയാണ്. മോപ്പും ബക്കറ്റും എടുത്തോണ്ട് വന്ന് സുഭാഷ് പറയുന്നു, നിധി മോളെ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ തുടച്ചു വൃത്തിയാക്കാം. അങ്ങനെ സുഭാഷ് മോപ്പ് കൊണ്ട് തറ തുടയ്ക്കുകയാണ്. ഇത് കണ്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് നിധി. മോപ്പും ബക്കറ്റും പുറത്തേക്ക് വെച്ചിട്ട് സുഭാഷ് അകത്തേക്ക് കയറി വരുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ അകത്തേക്ക് പൊയ്ക്കോ, ഞാൻ ചായ ഇടാം. സുഭാഷ് പറയുന്നു, സാരമില്ല മോളെ, ചായയല്ലേ, ഞാൻ ഇട്ടോളാം. അങ്ങനെ സുഭാഷ് ചുറ്റും നോക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ പാൽ ഇവിടെയുണ്ട്. തുടർന്ന് നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഇപ്പൊ ഓക്കെ ആണോ? സുഭാഷ് പറയുന്നു, സോറി മോളെ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ആവശ്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുക. നിന്റെ മുന്നിൽ കരഞ്ഞ് നിന്നെ കൂടി ധർമ്മസങ്കടത്തിലാക്കി ഞാൻ. സാരമില്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നീ കൊച്ചു പെൺകുട്ടിയല്ലേ, നിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ കരയാൻ പാടില്ലായിരുന്നു. സ്കൂൾ കുട്ടിയെ പോലെ ഞാൻ നിന്റെ മുന്നിൽ കരഞ്ഞു. നിധി പറയുന്നു, എല്ലാ ദിവസവും എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. എത്ര നാള് സുഭാഷ് ഏട്ടൻ എല്ലാം മനസ്സിൽ അടക്കി വെച്ച് പുറത്ത് ചിരിച്ചു കാണിക്കും. സുഭാഷ് ഏട്ടൻ ചേട്ടനായതുകൊണ്ട് വിഷമം വരാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. സുഭാഷ് ഏട്ടനും വിഷമം വരും. മനസ്സിൽ അടക്കി പിടിക്കാതെ അത് പുറമെ കാണിക്കുന്നത് നല്ലതല്ലേ. സുഭാഷ് ഏട്ടന് മനസ്സ് തുറന്ന് എന്നോട് സംസാരിക്കാം, എനിക്ക് മനസ്സിലാകും. സുഭാഷ് ഏട്ടന് അനുജന്മാരോട് പറയാൻ മടി ഉണ്ടായിരിക്കും, പക്ഷെ എന്നോട് ആ മടി വേണ്ട. സുഭാഷ് ഏട്ടൻ എന്തും എന്നോട് പറയാം, ഞാൻ കൂടെ ഉണ്ടാകും. ഇങ്ങനെ മനസ്സിലെല്ലാം അടക്കി വെച്ചാൽ അത് മനസ്സിന് വലിയ ഭാരമായി മാറും. സുഭാഷ് ഏട്ടൻ പൊയ്ക്കോ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ശരി എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് വിഷമത്തോടുകൂടി റൂമിലിരിക്കുന്ന സുഭാഷിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് നിധി. നിധിയെ കണ്ട് കണ്ണീര് തുടയ്ക്കുകയാണ് സുഭാഷ്. ചായ വാങ്ങിച്ച് ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. ചുറ്റും നോക്കിയിട്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ചായ കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ചായ കുടിച്ചു നോക്കി സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ട് മോളെ. ഈ സമയം വീട്ടിലേക്ക് വന്ന നികേഷ് ഉറക്കെ ഇടത്തിന്ന് വിളിക്കുകയാണ്. നിധി പറയുന്നു, നികേഷ് ഞാൻ ഇവിടെയുണ്ട്. റൂമിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഇവിടെ എന്ത് ചെയ്യുക? സുഭാഷ് ഏട്ടൻ ഈ സമയത്തൊന്നും വരുന്നതല്ലോ, എന്ത് പറ്റി സുഭാഷ് ഏട്ടാ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് തലവേദന, അതുകൊണ്ടാ വീട്ടിലേക്ക് വന്നത്. നികേഷ് ചോദിക്കുന്നു, തലവേദനയോ? സുഭാഷ് ഏട്ടാ എന്താ പറ്റിയത്? നിധി പതിയെ പറയുന്നു, സുഭാഷ് ഏട്ടന് തലവേദന, ദയവ് ചെയ്ത് ഒരു ചോദ്യവും ചോദിക്കാതെ ഒന്ന് മിണ്ടാതിരിക്കെ. നികേഷ് നിനക്ക് ചായ വേണോ? സുഭാഷ് പറയുന്നു, ഈ ചായ നികേഷ് കുടിക്കട്ടെ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ആ ചായ കുടിക്ക്, ഞാൻ എക്സ്ട്രാ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. നികേഷ് സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. നിധി നികേഷിന് ചായ കൊടുത്ത് അവരുടെ ഒപ്പം അവിടേക്ക് ഇരിക്കുകയാണ്. ചായ കുടിക്ക് സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചായ കുടിക്കുകയാണ്. നികേഷും നിധിയും മുഖത്തോട് മുഖം നോക്കുന്നു. സുഭാഷ് പുഞ്ചിരിച്ച് നിധിയെയും നികേഷിനെയും നോക്കുന്നു. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.